ആ കേസ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തുമ്പോർമൊഴി ഡാമിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ തുമ്പോർമൊഴി ഡാമിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് ചെല്ലാം. ഈ ഡാമിലെ പാർക്ക് എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ് ഗൈസ്. നമ്മൾ വീണ്ടും വീണ്ടും കാണാൻ തോന്നിക്കും. കാണുക, എന്ത് നല്ല പൂന്തോട്ടം, അടിപൊളി തന്നെയാണ്. നമുക്ക് ഇനിയും പോകാൻ തോന്നും. കുട്ടികൾക്കുള്ള പാർക്ക്, എല്ലാവിധ സൗകര്യം തന്നെയുണ്ട് ഇവിടെ. ചെടികളാൽ സമൃദ്ധമാണ്. നമ്മൾക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നും. ഒരു പക്ഷേ അതിരപ്പള്ളിയേക്കാളും നല്ലതായി തോന്നും നമുക്ക് തുമ്പോർമൊഴി ഡാമെന്ന് തോന്നുന്നു. കാരണം പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ, പ്രത്യേക രീതിയിലുള്ള അലങ്കാര വസ്തുക്കൾ എല്ലാം നമുക്ക് കാണാൻ കഴിയും. പിന്നെ നടന്ന് നീങ്ങാനാണെങ്കിൽ അത്യാവശ്യ സ്ഥലമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പാർക്ക് നമ്മളെ വളരെയധികം അട്രാക്ഷൻ ചെയ്യിക്കുന്ന ഒന്നാണ്. കാരണം വളരെ നന്നായിട്ടാണ് അവർ കണ്ടില്ലേ, ചെടികളൊക്കെ നല്ല രസത്തിലാണ് അവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും നനയും തുടങ്ങിയൊക്കെ ഉണ്ട് നന്നായിട്ട്. കാരണം നല്ല വൃത്തിയിലാണ് സൂക്ഷിക്കുന്നത്. വരുന്ന ആൾക്കാർക്ക് മുഴുവൻ ആസ്വദിക്കാം. ഓരോ ഭാഗവും കണ്ണഞ്ചിക്കുന്ന ഭാഗം തന്നെയാണ് ഇതിൽ പുറത്തിറക്കിയിട്ടുള്ളത്. ഇതാ ഒരു തോട് പോകുന്നു അതിഗംഭീരമായി. എന്ത് രസമുള്ള വ്യൂ ആണ് ഇവിടുന്ന് കാണുമ്പോൾ. കാരണം നിങ്ങൾക്ക് പച്ചപ്പ് കളർന്നൊരു സ്ഥലം, പിന്നെ ഇരിക്കാനുള്ള സ്ഥലം വേറെ. അതുകൂടാതെ ഓരോ വ്യൂകളും നമ്മൾ കണ്ണഞ്ചിക്കുന്നൊരു കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം കുറച്ച് നേരം ഇരിക്കാൻ ഇവിടെ തോന്നി. കാരണം നേരത്തെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ ഭാഗത്തേക്ക് അതിരപ്പള്ളി ഈ ഭാഗത്തേക്ക് വളരെയധികം നേരത്തെയാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇരിക്കാൻ തോന്നുന്നു. അത്രയും നല്ല മനോഹരമാണ് ഈ സ്ഥലം. നല്ല വെള്ളം നന്നായി ഒഴുകുന്നു. എല്ലാ ഭാഗവും നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. പിന്നെ ഇത് പാരഡൈസിൻ്റെ ഹോട്ടലാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് അത് വളരെ മനോഹരമാണ്. ഞാൻ അങ്ങോട്ട് പോയിരുന്നു. ഇത് കുട്ടികൾക്കുള്ള പാർക്ക് തന്നെയാണ്. പിന്നെ ഇത് പുതിയ പണിയിരിക്കുന്ന സംഭവമാണ്. ഇത് അമ്പലത്തിൻ്റെ ഒരു ബുക്ക് പോലുള്ള സംഭവം. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലാവരും സംവിധാനമുണ്ട്. ഇതാ കാണുന്നൊരു പാമ്പ് പോലെ ഇരിക്കുന്നതാണ്. അടിപൊളിയാണ്. പിന്നെ നല്ല വ്യൂ ആണുള്ളത്. ഡാമിൻ്റെ സൈഡിലേക്ക് പോയപ്പോൾ വളരെ നല്ല വ്യൂ ആണുള്ളത്. പക്ഷെ ഡാമിൽ വെള്ളം കുറച്ച് കുറവ് പോലെയാണ്. പക്ഷെ അത് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും. അവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമുക്ക് സുഖമായിട്ട് ഇവിടെ ഇറങ്ങാൻ പറ്റും. പക്ഷെ അതിരപ്പള്ളി വാഴച്ചാൽ ഏരിയയിൽ അങ്ങനെ അധികം ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ വെള്ളം കൂടുതലാണ് അവിടെ. ഇവിടെ നല്ല ചെടികളെ സമൃദ്ധമാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വെള്ളം നല്ല അതിമനോഹരമാണ്. വെള്ളം എല്ലാ ഭാഗവും നല്ല വ്യൂസ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചെടി, അതിൻ്റെ ഡിസൈനുകൾ, മരങ്ങൾ, ഓരോ തരത്തിലുള്ള ചെടികളുണ്ട്. പിന്നെ ചിത്രശലഭത്തിൻ്റെ ഒരു ഇതാണ് ഇത് കാണിക്കുന്നത്. ഒരു ബോർഡാണ് കാണിക്കുന്നത്. അതിമനോഹരം തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഈ തൂക്കുപാലമാണ്. അത് നല്ല രസമാണ് നടന്നു പോകാൻ. അങ്ങനെ ആടും കിടന്നിട്ട് നല്ല രസമാണ്. അതുപോലെ തന്നെ ഇത് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഭാഗം തന്നെയാണ്. വെള്ളം വളരെ കുറവാണ്. അവിടെ നമുക്ക് ഇറങ്ങാം. ആൾക്കാരൊക്കെ അവിടെ കുളിക്കുന്നു. പിന്നെ ഗൈസ്, ഇതാണ് ഈ തൂക്കുപാലമാണ് മറ്റൊരു അട്രാക്ഷൻ ഇതിൻ്റെ. ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമമാണ് ഇനി കാണാൻ പോകുന്നത്. അവിടെ വളരെ നല്ല വ്യൂ ആണ് അവിടെ ഉള്ളത്. അവിടെ ഒരു പ്രത്യേക വ്യൂ തന്നെയാണ്. അതുകൂടാതെ നല്ല പൂന്തോട്ടങ്ങൾ, രസിക്കുന്ന നല്ല തിരയടിക്കുന്ന വെള്ളം, അതുകൂടാതെ കുരങ്ങന്മാരുടെ സഞ്ചാരം, അവരുടെ ഡാൻസുകൾ, അത് വേറെ ലെവൽ തന്നെയാണ് ഗൈസ്. അതുകൂടാതെ നമ്മുടെ ഈ വെള്ളം വരുന്ന ഭാഗത്ത് അധികം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആൾക്കാർക്ക് ഇറങ്ങി നടക്കാനൊക്കെ പറ്റും. വെള്ളം തീരെയില്ല. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. ഈ വ്യൂസ് ഇങ്ങനെ എടുത്തു എന്ന് മാത്രം. നമ്മുടെ ഡാമിൻ്റെ സൈഡാണ്. ഇങ്ങനെ വെള്ളം അധികമൊന്നുമില്ല. ഈ കാണുന്നതാണ് നമ്മുടെ ആ തൂക്കുപാലം എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി ക്ലോസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് തന്നെയാണ് ആ തൂക്കുപാലം, നേരത്തെ കണ്ട തൂക്കുപാലം. അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഈ താഴെ കാണുന്ന വ്യൂ ഉള്ളത്. അതിമനോഹരം തന്നെയാണ് ഈ കാഴ്ച. അതുപോലെ തന്നെ ഈ കാണുന്നത് തന്നെയാണ്. അവിടെ നമുക്ക് ഇറങ്ങാം. അവിടെ ഇറങ്ങിയിട്ടില്ല. അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഏരിയയിൽ പ്രശ്നമൊന്നുമില്ല. നല്ല
നല്ല രസത്തിൽ വെള്ളം ഒഴുകുന്ന ചെറിയൊരു തൊടിയിലൂടെ വളരെ രസകരമായി വെള്ളം ഒഴുകുന്ന നല്ല രസം തന്നെയാണ് ഈ ഭാഗങ്ങൾ കാണാൻ. ജനങ്ങൾക്ക് ഇറങ്ങാം, ഏത് വഴിക്ക് ഇറങ്ങാം, അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓരോ ഏരിയയിലും ഓരോ ഇതുണ്ട്, പാസുകളുണ്ട്. അതുപോലെ ഓരോ തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി എൻ്റെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക.